ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കുറച്ച് നാൾ മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണവും ഓണവും കാരണം വൈകിപ്പോയതാണ് ഗൈസ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടയിൽ വന്നതാണ്. അത് കഴിഞ്ഞ് ചന്തയിൽ പോയി. അപ്പോൾ ഈ പൂച്ചയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ മീൻ കടയിലാണെന്ന്. അപ്പോൾ നമ്മൾ ചന്തയ്ക്ക് പോയപ്പോൾ കുറച്ച് മീനും അതുപോലെ കപ്പയൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നമ്മളത് നന്നാക്കി കറിയൊക്കെ വെച്ച് ഇന്ന് വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പയൊക്കെ നന്നാക്കുവാണ്. കൂടെ ഇക്ക ഉണ്ട്, ഇന്ന് ഓഫ് ഡേ ആണ്. അതുകൊണ്ട് ഇക്ക എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ ആളിവിടെ നിൽക്കുന്ന ദിവസങ്ങൾ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് അതൊക്കെ വൃത്തിയാക്കുവാണ്. അപ്പോൾ കപ്പ, ചോറ്, മീൻകറി, മീൻ ഫ്രൈ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മെനു. എൻ്റെ നാട്ടിൽ ഈ കപ്പയ്ക്ക് ചീനി കപ്പ എന്നൊക്കെ പറയും. ഇക്കാടെ നാട്ടിൽ കപ്പ എന്നാണ് പറയുന്നത്. ചീനിക്ക് മറ്റേ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയ്ക്കാണ് അവർ ചീനി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും ചോപ്പ് ചെയ്ത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചാകുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് കറിയൊക്കെ വെക്കുമ്പം യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ ഫ്രിഡ്ജ് ഭയങ്കര ചെറുതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നാമതേ എസെൻഷ്യൽ ഐറ്റംസ് ഒന്നും സ്റ്റോർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. ചെറിയ ഫ്രിഡ്ജാണ്. എന്നാലും ഇത് ഞാനങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്ക എനിക്ക് ഈ മീനൊക്കെ വെട്ടി തന്നു. ഈ മീനിൻ്റെ പേര് ബയാള് അങ്ങനെ എന്തോ ആണ്. ബയാള് അങ്ങനെ എന്തോ ആണ്. ഞാനങ്ങനെ എല്ലാ മീനുകളും കഴിക്കാറില്ല കേട്ടോ. പക്ഷേ ഇത് നല്ല ടേസ്റ്റായിരുന്നു ഈ മീനിന്. അപ്പോൾ ഞാൻ കുക്കറിൽ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെന്തു. ഇത് ഞാൻ മറ്റേ കണ്ടെയ്നറിലാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മീൻ കറിക്ക് വേണ്ടത് മാത്രം എടുത്ത് വെക്കുകയാണ്. അപ്പോഴാണ് ഗൈസ് നമുക്ക് ഫയർ അലാറം അടിച്ചത്. ഞങ്ങൾ കരുതി ഞങ്ങളുടെയാണെന്ന പ്രശ്നം, കാരണം ആ ഒരു പുക വന്നപ്പോഴത്തേക്കും. പക്ഷെ ഞാൻ ആ ജനലൊക്കെ തുറന്നിട്ടിട്ടായിരുന്നു, എക്സോസ്റ്റ് ഫാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പുക വന്നു നന്നായിട്ട്. അപ്പം തന്നെ ഫയർ അലാറം അടിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ബിൽഡിങ് ഫുൾ അടിക്കുമല്ലോ എല്ലാ റൂംസിലും. അപ്പോൾ അങ്ങനെ എല്ലാവരും മൂടി വന്നിട്ടുണ്ട്. ഇവർ ഈ മെയിൻ്റനൻസ് ടീമൊക്കെ എപ്പോഴും ഇവിടെ ഭയങ്കര അലർട്ടായിരിക്കും. എമർജൻസി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ വരും. ഇതൊരു വിത്തിൻ 2 minutes കൊണ്ട് എല്ലാവരും എത്തി കേട്ടോ. എല്ലാവരും പുറത്ത് വന്നിട്ടുണ്ട്, എന്താണെന്നറിയാം. പക്ഷെ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളതായിരിക്കും എന്നാൽ, പക്ഷേ അത് ഞങ്ങളുടേതായിരുന്നില്ല ആ ഫയർ അലാറം അടിച്ചത് കേട്ടോ. അപ്പോൾ എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് ഫയർ അലാറം വന്നത്. ഇപ്പം എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ടാറ്റ കാണിക്കലും ബഹളവുമാണ് ഇവിടെ. പിന്നെ അത് അവർ ശരിയാക്കിയിട്ട് പോയി കേട്ടോ. അപ്പോൾ അത് ഇവിടെ കുറേ ഐലൻഡ്സ് ഉണ്ട്. അപ്പം അവിടത്തേക്ക് സാധനങ്ങളൊക്കെ എത്തിക്കാനും പിന്നെ ട്രാവലിങ്ങിനൊക്കെ ഇതുപോലുള്ള ബോട്ടുകളാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് റൂമിൽ വന്നു. ബാക്കി കറികൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് മാംഗോ ഒക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ കഴിച്ചു. കാരണം ലൈറ്റായിട്ടാണ് രാവിലെ കഴിച്ചത്. അപ്പോൾ ഇതിപ്പം കപ്പ വെന്തു. മീൻ ഫ്രൈക്കുള്ളത് ഇക്ക മസാലയൊക്കെ പുരട്ടി വെക്കുകയാണ്. കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫ്രൈ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ആക്കുവാണ്. ഞാൻ ആ ഒരു സമയത്ത് മീൻ കറിക്കുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ മീൻ ഫ്രൈക്കുള്ളതൊക്കെ പുരട്ടി വെക്കുന്നു. ഞാൻ അന്നേരപ്പോഴത്തേക്ക് മീൻ കറി മറ്റേ ഓണിയൻസൊക്കെ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിലോട്ട് തക്കാളി ചേർത്തു. പിന്നെ നമുക്ക് വേണ്ട മസാലയൊക്കെ ചേർത്തു. ഇത് ബേസിക് ആയിട്ടുള്ളൊരു സിമ്പിൾ മീൻ കറിയാണ്. ഞാൻ പിന്നെ കുടംപുളി ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. കുടംപുളി കുറച്ച് നേരം കഴുകിയിട്ട് വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത്. കുഞ്ഞിന് മീൻ കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ എരിവ് കുറച്ചാണ് ചെയ്തത്. പക്ഷേ അപ്പം ഭയങ്കര എരിവ് കുറവായിപ്പോയി. അപ്പം ഞാൻ 2 ചില്ലിയും കൂടി ഇട്ടു. അപ്പോൾ അത് അടച്ചു വെച്ചു. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പരിഞ്ഞിലുണ്ടായിരുന്നു. നിങ്ങളെന്താ ഇതിന് പറയുന്നത്? പരിഞ്ഞിലാണോ നിങ്ങളുടെ അവിടെ നാട്ടിലൊക്കെ പറയുന്നത്? അപ്പോൾ അത് ഉണ്ടായിരുന്നു. ഞാനതും ഫ്രൈ ചെയ്തു. അപ്പോൾ ഇത് ആയി കേട്ടോ. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ വൈകുന്നേരം നമുക്ക് കൊടുത്താൽ മതിയല്ലോ ഫുഡൊക്കെ. അപ്പോൾ ഇത് കപ്പയ്ക്കുള്ള അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ. തേങ്ങയും പച്ചമുളകും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും
വെളുത്തുള്ളിയും ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി. റൈസ് നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മീൻവയൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇക്ക അത് കുഴച്ച് തന്നു കേട്ടോ, കപ്പയൊക്കെ. പിന്നെ പരിഞ്ഞിൽ വെച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇതിങ്ങനെ റീൽസിൽ കണ്ടതാണ് കേട്ടോ, ഇങ്ങനെ സവാള മസാലയ്ക്കകത്ത് ചേർത്ത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കഞ്ഞിവെള്ളവും ഉപ്പിട്ടെടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഫുഡ്. ചോറ്, മീൻ ഫ്രൈ, കപ്പ, പിന്നെ മീൻ കറി. അപ്പോൾ നമ്മൾ 6 പേരുണ്ട്. ഞാനും ഇക്കായും കൂടെ ചേർത്ത് 6 പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്നു. ഇപ്പോൾ ഫുഡ് വിളമ്പാണ് കേട്ടോ. അല്ലെങ്കിലും ഈ ഗ്യാതറിങ്ങും ഒരുമിച്ചിരുന്നുള്ള ഫുഡ് കഴിക്കലും കുറേ സംസാരിക്കലും തമാശ പറയലും പിന്നെ ടി വി കാണൽ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നല്ല രസമാണല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഉള്ള അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്തൊക്കെ ഉള്ളവർ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചില്ല് ചെയ്യുന്നത് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ടി വിയൊക്കെ സിനിമയൊക്കെ കണ്ട് എന്നൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് റൂമിൽ പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.